10 വർഷങ്ങൾക്ക് ശേഷം തൃശൂർ കോർപ്പറേഷനിൽ LDF-ന് അടിപതറി. 33 സീറ്റുകൾ നേടിയ UDF മൃഗീയ ഭൂരിപക്ഷം നേടിയപ്പോൾ 13 സീറ്റുകളിലേക്ക് LDF ഒതുങ്ങി. 2 സീറ്റുകൾ വർദ്ധിപ്പിച്ച് 8 NDA വിജയിച്ചു. 2 കോൺഗ്രസ് വിമതരും ഇവിടെ വിജയിച്ചിട്ടുണ്ട്. മുനിസിപ്പാലിറ്റികളിൽ കഴിഞ്ഞ തവണത്തേതിന് സമാനമായ ഫലം തന്നെയാണ് ഇത്തവണയും. പരമ്പരാഗത കോട്ടകളായ ചാലക്കുടിയും ഇരിങ്ങാലക്കുടയും UDF നിലനിർത്തിയപ്പോൾ കൊടുങ്ങല്ലൂർ, ചാവക്കാട്, ഗുരുവായൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റികളിൽ LDF ആധിപത്യം തുടർന്നു. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ BJPക്ക് ഭരണം നഷ്ടമായ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഇക്കുറി അവർ 7 സീറ്റുകൾക്കാണ് പിറകിൽ പോയത്. ചാലക്കുടിയിൽ 1, ചാവക്കാട് 2 സീറ്റുകൾ BJP നേടിയെങ്കിലും കഴിഞ്ഞ തവണ 8 സീറ്റുകൾ വിജയിച്ച ഇരിങ്ങാലക്കുടയിൽ ഇക്കുറി അവർക്ക് 2 സീറ്റുകൾ കൂടി നഷ്ടപ്പെട്ടു. ആകെയുള്ള 86 പഞ്ചായത്തുകളിൽ LDF 45 ഇടങ്ങളിലും UDF 33 ഇടങ്ങളിലും വിജയിച്ചപ്പോൾ കഴിഞ്ഞ തവണ ടോസിലൂടെ വിജയിക്കുകയും പിന്നീട് ഭരണം നഷ്ടപ്പെടുകയും ചെയ്ത തിരുവില്ലാമല പഞ്ചായത്തിൽ BJP വിജയിച്ചു. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 16 പഞ്ചായത്തുകളിൽ മാത്രം വിജയിച്ച UDF 17 പഞ്ചായത്തുകൾ കൂടി അധികം വിജയിച്ച് നേട്ടം 33 ഉയർത്തി. എന്നാൽ 69 പഞ്ചായത്തുകൾ ഭരിച്ച LDF-ന് ഇക്കുറി 24 പഞ്ചായത്തുകളാണ് നഷ്ടപ്പെട്ടത്. വല്ലച്ചിറ, തളിക്കുളം, പാറളം, കൊടകര, അവിണിശ്ശേരി, അരിമ്പൂർ, മറ്റത്തൂർ പഞ്ചായത്തുകളിൽ വിവിധ മുന്നണികൾ ഒപ്പത്തിനൊപ്പമായതിനാൽ പഞ്ചായത്തുകളുടെ ഭരണം ഇനിയും മാറിമറിയാനും സാധ്യതകളേറെയാണ്. ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്തിയ LDF 30 ഡിവിഷനുകളിൽ 21 ഇടങ്ങളിൽ വിജയിച്ചപ്പോൾ 9 സീറ്റുകളാണ് UDF-ന് ലഭിച്ചത്. മീഡിയ 1 തൃശൂർ.